നമസ്കാരം. കോൺഗ്രസിൽ നിന്ന് നിരവധി ദേശീയ സംസ്ഥാന നേതാക്കൾ പാർട്ടി വിട്ട് ബി.ജെ.പിയിലേക്കും മറ്റു പാർട്ടികളിലേക്കുമൊക്കെ പോയിട്ടുണ്ട്. അവരെല്ലാം പരാതിപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെക്കുറിച്ചാണ് അവർ പരാതി പറയുന്നത്. ഉന്നതരായ പല പ്രഗത്ഭരായ നേതാക്കളെയും ആ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനും കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് പാർട്ടിക്ക് അവരുടേതായ സംഭാവനകൾ നൽകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം മെനക്കെടുന്നില്ല. അവർ നേതാക്കളെ ആട്ടിപ്പായിക്കുകയാണ്. പ്രത്യേകിച്ചും നെഹ്റു കുടുംബം മറ്റ് അവർക്ക് വിധേയരാകാത്ത നേതാക്കളെയൊക്കെ കടുത്ത അവഗണനയോടുകൂടിയാണ് കോൺഗ്രസിൽ കണ്ടുവരുന്നത്. ഇതൊക്കെയാണ് മിക്ക നേതാക്കളും പുറത്ത് പോയതിന് ശേഷം ഈ കോൺഗ്രസിനെക്കുറിച്ചും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെക്കുറിച്ചും ഉന്നയിക്കുന്ന പരാതികൾ. ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് വിട്ടത് AICC വക്താവായിരുന്ന ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന രാധിക ഖേരയാണ്. രാധിക ഖേര കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയിരുന്നു. ഈ അഭിമുഖത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ നൽകിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ആ അഭിമുഖത്തിൽ ഒട്ടനവധി വിമർശനങ്ങൾ രാധിക ഖേരെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഇവയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് രാമക്ഷേത്രം ഉണ്ടായതിൽ അല്ലെങ്കിൽ രാമക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടതിൽ വലിയ സന്തോഷമൊന്നുമില്ല. അവർ രാമക്ഷേത്രത്തിന് എതിരാണ്. BJPയും RSSും സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് പ്രാണപ്രതിഷ്ഠ എന്ന പേരിലാണ് അവർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത്. പക്ഷേ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷവും അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കുന്ന നേതാക്കൾക്കെതിരെ ഒരു ചിറ്റമ്മ നയം എടുക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വമെന്നാണ് തൻ്റെ തന്നെ അനുഭവം മുൻനിർത്തിക്കൊണ്ട് രാധിക ഖേരെ പറയുന്നത്. അതായത് അവർ രാമക്ഷേത്ര സന്ദർശനം നടത്തിയിരുന്നു. തൻ്റെ കുടുംബത്തോടൊപ്പമാണ് ക്ഷേത്ര സന്ദർശനം നടത്തിയത്. രാമക്ഷേത്ര സന്ദർശനം നടത്തി മടങ്ങി വന്നതിന് ശേഷം പാർട്ടിയുടെ പല പരിപാടികളിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. മാത്രമല്ല രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ തന്നോട് പിന്നീട് പാർട്ടിക്ക് വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധമല്ല ഉണ്ടായത്. അവരെ പല രീതിയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. BJPയിലേക്ക് പോകും എന്നൊരു സംശയത്തോടു കൂടി തന്നെ നോക്കിക്കാണുന്നു എന്ന ഒരു വെളിപ്പെടുത്തലാണ് അവർ നടത്തിയിട്ടുള്ളത്. അതായത് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കാത്തതിന് കാരണമായി പറഞ്ഞിരുന്നത് RSSും BJPയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് പ്രാണപ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആർക്കും രാമക്ഷേത്രത്തിൽ പോകാം, കോൺഗ്രസ് നേതാക്കൾ രാമക്ഷേത്രം സന്ദർശിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീടും രാമക്ഷേത്രം സന്ദർശിക്കുന്ന കോൺഗ്രസ് നേതാക്കളോട് കോൺഗ്രസ് കടുത്ത അവഗണന കാട്ടുന്നു എന്നാണ് രാധിക ഖേരയുടെ ഈ വെളിപ്പെടുത്തലിൽ നിന്നും വ്യക്തമാകുന്നത്. അതുമാത്രമല്ല, വീണ്ടും അവർ പറയുന്നുണ്ട് ഓറഞ്ച് വസ്ത്രം ധരിക്കാൻ തന്നെ അനുവദിക്കാറില്ല എന്നാണ്. ഓറഞ്ച് നിറത്തിലുള്ള അല്ലെങ്കിൽ കാവി നിറത്തിലുള്ള വസ്ത്രങ്ങൾ തനിക്ക് ഇഷ്ടമാണ്. ആ വസ്ത്രങ്ങൾ ധരിച്ച് ഓഫീസിലെത്തിയാൽ എന്താണ് BJPയിലേക്ക് പോകുന്നുവോ അല്ലെങ്കിൽ BJPയുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കളിയാക്കലുകളുമായി വരികയും സംശയത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്നു എന്നവർ രണ്ടാമത്തെ പ്രധാന ആരോപണമായി ഉന്നയിക്കുന്നു. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തിയത് തന്നെ BJPയുടേത് ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സ്ഥാനത്ത് സ്നേഹത്തിൻ്റെ കടകൾ തുറക്കണം. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത്. ഇന്ത്യയെ ഒരു കുടക്കീഴിൽ ഒത്തൊരുമിപ്പിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീർ മുതൽ അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ പദയാത്ര നടത്തിക്കൊണ്ട് ഒരു ഭാരത് ജോഡോ യാത്ര നടത്തുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയം. എന്നാൽ ഈ ഭാരത് ജോഡോ യാത്ര ഛത്തീസ്ഗഡിലെത്തിയപ്പോൾ ചില നേതാക്കളിൽ നിന്ന് തനിക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി. തന്നെ മുറിയിൽ ഇട്ട് പൂട്ടുകയും മദ്യം കുടിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു, നിർബന്ധിക്കുകയും ചെയ്തു എന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഈ രാധിക ഖേര പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, ഈ സംഭവത്തെക്കുറിച്ച് ദേശീയ നേതാക്കളോട് പലതവണ പരാതി പറയാൻ ശ്രമിച്ചു. ആ ദേശീയ നേതാക്കളെല്ലാം തന്നെ നിരുത്സാഹപ്പെടുത്തി, തന്നോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായി രാധിക ഖേരെ പുറത്ത് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ
മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. രാധിക ഖേര ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നു. AICC വക്താവായിരുന്നു. ആ സ്ഥാനത്ത് നിന്നാണ് അവർ കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഇങ്ങനെ പടിയിറങ്ങുമ്പോൾ കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ അത് അതീവ ഗുരുതര സ്വഭാവമുള്ളതായി മാറുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.